റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിക്കുന്ന നോട്ടുകളിലെല്ലാം ഉപഭോക്താക്കൾ വർഷങ്ങളായി പറയുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു പരാതിയാണ് നോട്ടുകളുടെ ഗുണനിലവാരം. ആ ഗുണനിലവാരം വളരെ മോശമാണ് എന്നതാണ് മിക്ക ഉപഭോക്താക്കളും പറയുന്ന പ്രധാന പരാതികൾ. നോട്ടുകളുടെ ഗുണനിലവാരം മോശമാകുന്നത് കാരണം നോട്ടുകൾ പെട്ടെന്ന് കീറിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് എന്ന് മാത്രമല്ല, ഈ ഷർട്ടുകളിലോ അല്ലെങ്കിൽ പാൻറ്റുകളിലോ അതിൻ്റെ പോക്കറ്റുകളിലൊക്കെ നോട്ടുകൾ സൂക്ഷിക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വേർപ്പ് പറ്റി നോട്ടുകളൊക്കെ നനഞ്ഞുകൊണ്ട് കേടാകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് RBI. അതായത് വർഷങ്ങളോളമായി ഉപഭോക്താക്കളുടെ പരാതിക്ക് ഒരു ശാശ്വതമായ പരിഹാരം RBI ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് ഒരു നീക്കം നടത്തുകയാണ്. മുംബൈയിൽ നടന്ന RBI ബോർഡ് മീറ്റിംഗിലാണ് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി ഉയർന്നു വന്നത്. പ്ലാസ്റ്റിക് നോട്ടുകൾ ഉടൻ പ്രചാരണത്തിലാകുമെന്നാണ് നിരവധി റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയിൽ പോളിമർ നോട്ടുകൾക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് RBI നിലവിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് RBI ഇപ്പോൾ പേപ്പർ നോട്ടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് തിരിയാൻ ഒരു കാരണമായി പറയുന്നത്? അതിലൊരു പ്രധാന കാരണം പട്നയിലും മുംബൈയിലും നടന്ന കഴിഞ്ഞ 2 ദിവസമായി നടന്ന RBI ബോർഡ് മീറ്റിംഗുകളിൽ പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നോട്ടുകൾ പ്രചാരണത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. അതിൻ്റെ ഒരു പ്രധാന കാരണം പേപ്പർ നോട്ടുകളെക്കാൾ കുറഞ്ഞ ചെലവിൽ ഈ നോട്ടുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നും അവയുടെ ആയുസ് കൂടുതൽ ദൈർഘ്യമേറിയതും സുരക്ഷിതവുമാണെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ ഈ നോട്ട് പ്ലാസ്റ്റിക് നോട്ടുകൾ കൊണ്ടുവരാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ചെലവ് കുറഞ്ഞതായിരിക്കും എന്നതിന് പുറമെ ഈ നോട്ടുകൾ ATM മെഷീനുകളിലായി പൊരുത്തപ്പെടും. അതായത് ATM മെഷീനുകൾക്ക് പോളിമർ അധിഷ്ഠിത നോട്ടുകൾ വിതരണം ചെയ്യാൻ കഴിയും. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സാധാരണ ഉപഭോക്താവ് ATMൽ ചെന്ന് പേപ്പർ നോട്ടുകൾ എടുക്കുന്നു. അതിന് പകരം ഇനി പോളിമർ നോട്ടുകൾ വന്നു കഴിഞ്ഞാലും സാധാരണഗതിയിൽ തന്നെ ATM കാർഡ് ഇട്ടുകൊണ്ട് എത്ര നോട്ട് വേണമെങ്കിലും എടുക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. RBIക്ക് അതിനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. പോളിമർ നോട്ടുകൾക്കായി ഒരു പൈലറ്റ് പ്രോജക്റ്റ് കേന്ദ്ര ബാങ്ക് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അത് സമീപ ഭാവിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 സാമ്പത്തിക വർഷത്തിലെ RBIയുടെ വാർഷിക റിപ്പോർട്ട് കാണിക്കുന്നത് പേപ്പർ നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ചെലവ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 5101.4 കോടിയിൽ നിന്ന് 6372.8 കോടിയായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ആവശ്യകത അത് വർദ്ധിച്ചതാണ് ഈ വർധനവിന് പ്രധാന കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 23.8 മില്യൺ മുഷിഞ്ഞ നോട്ടുകൾ പിൻവലിച്ചു. കഴിഞ്ഞ വർഷം പിൻവലിച്ച 21.24 മില്യൺ നോട്ടുകളിൽ നിന്ന് 13.3% വർധനമാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പിൻവലിച്ചത് 500 രൂപ നോട്ടുകളും തൊട്ടു പിന്നാലെ 100 രൂപ നോട്ടുകളുമാണ്. മെയ് 15 വരെ പ്രചാരണത്തിലുള്ള കറൻസിയുടെ അളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 11.5% വർദ്ധിച്ച് 42.86 ട്രില്യനായി. ഡിജിറ്റൽ പേയ്മെന്റുകളിൽ തുടർച്ചയായി വളർച്ചയുണ്ടായിട്ടും പണത്തിനായുള്ള തുടർച്ചയായ ആവശ്യകതയാണ് ഇത് പ്രതിഫലിക്കുന്നത്. 2027 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 1.5 മാസത്തിനുള്ളിൽ പ്രചാരണത്തിലുള്ള കറൻസിയുടെ അളവ് 1.15 ട്രില്യനായി വർദ്ധിച്ചു. കാരണം ഡിജിറ്റൽ കറൻസികൾ വലിയ രീതിയിൽ പ്രചാരണം ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നോട്ടുകൾ അത് എപ്പോഴും വലിയ രീതിയിലുള്ള പരാതി ഉണ്ടാകുന്നു. കീറിയ നോട്ടുകളെല്ലാം തന്നെ ബാങ്കുകളിലേക്ക് കൊണ്ടുപോയി മാറ്റി വാങ്ങുന്നു. അതിൻ്റെ അളവ് വലിയ രീതിയിൽ കൂടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് ഈ നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള പേപ്പറുകൾ, അതിൻ്റെ മഷികൾ, അതിൻ്റെ പ്രിന്റിംഗ് മെറ്റീരിയലുകൾ, അതിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ചെലവ് കേന്ദ്ര സർക്കാരിന്, അതായത് RBIക്ക് ചെലവാക്കേണ്ടി വരുന്നു. അപ്പോൾ അതിനെല്ലാം ഒന്ന് ചുരുക്കാൻ വേണ്ടി പോളിമർ നോട്ടുകളിലേക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയൊരു ഭീഷണി അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അത് പേപ്പർ കീറുമോ അല്ലെങ്കിൽ നനഞ്ഞ് കീറുമോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതിൻ്റെ ആയുസ് വളരെ കാലങ്ങളോളം നിലനിൽക്കും എന്നതുകൊണ്ടാണ് പ്ലാസ്റ്റിക് നോട്ടുകളിലേക്ക് തിരിയാനായിട്ട് RBI ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്.